നമസ്കാരം, എല്ലാവർക്കും മോട്ടീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു മര്യാദയെ പറ്റിയാണ്. ഒരു ചെറുകഥയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കഥയാണ് കർഷകന്റെ രണ്ട് കുടത്തിന്റെ കഥ. ഒരു കർഷകന് രണ്ട് കുടമുണ്ടായിരുന്നു. ഈ കുടത്തിൽ നിന്നാണ് അദ്ദേഹം എന്നും കുളത്തിൽ നിന്ന് വെള്ളം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് യാദർശികമായി അതിൽ ഒരു കുടം ഒരു ദിവസം പൊട്ടാൻ ഇടയായി. എന്നാൽ പോലും കർഷകൻ ഈ കുടം കളയാതെ എന്നും മറ്റേ കുടത്തോടൊപ്പം തന്നെ ഈ കുളത്തിലും വെള്ളം സ്വീകരിച്ചിട്ടാണ് എന്നും കുളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട് വരെ അല്ലെങ്കിൽ കൃഷിഭൂമി വരെ കൊണ്ടുപോകുന്നത്. അപ്പം മറ്റേ കുടം കളിയാക്കും, നിന്നെ എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ വെച്ചിരിക്കുന്നത്, എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. കാരണം നിന്റെ അടുത്ത് വരുന്ന വെള്ളം മൊത്തം താഴെ ഒരു പ്രയോജനവും ഇല്ല, നിന്നെ കൊണ്ട് പുള്ളിക്ക് ഒരു യൂസും ഇല്ല. സാധനം നീ വെള്ളം മൊത്തം വെറുതെ വേസ്റ്റ് കളിയാണ്. എന്നെ നോക്കി പഠിക്കും, ഞാൻ പുള്ളിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം എന്നും നമ്മളുടെ പൊട്ടിയ കുടത്തിനെ ഒരു അപകടം പറ്റാത്ത ഈ കുടം എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുകയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും മാനസികമായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സമയത്ത് ഈ പൊട്ടിയ കുടം കർഷകനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്? ഞാൻ അങ്ങേക്ക് ഒരു പ്രയോജനം തരുന്നില്ല, എന്നെ കൂടെ അങ്ങേക്ക് ഒരു പ്രയോജനമില്ല, പിന്നെ എന്തിനാണ് എൻ്റെ ഒരു ഭാരം അദ്ദേഹം ചുമക്കുന്നതെന്ന് ചോദിക്കും. പറയാം, നിന്നെക്കൊണ്ട് എനിക്ക് പ്രയോജനം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഈ വരുന്ന വഴി മുഴുവൻ കാണിച്ചു കൊടുക്കുമ്പോൾ നിറയെ സാധനങ്ങൾ, ഇങ്ങനെ പുല്ലും ചെടികളും ഒക്കെ ഇങ്ങനെ വളർന്നു നിൽക്കും. പ്രകൃതിക്ക് ഒരുപാട് പ്രയോജനകരമായ രീതിയിൽ മരച്ചില്ലകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആര് പറഞ്ഞു നിന്നെക്കൊണ്ട് എനിക്ക് പ്രയോജനമില്ലായിരുന്നെന്ന്? ഈ ഒരു ഡ്യൂട്ടി നീയാണ് ചെയ്തിരിക്കുന്നത്. നീ പ്രകൃതിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നീ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഡ്യൂട്ടിയാണ്, നീ ചെയ്തിരിക്കുന്ന വലിയൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ആരാ പറഞ്ഞ നിന്നെക്കൊണ്ട് പ്രയോജനമില്ല എന്നത്? പക്ഷെ അവിടെ എനിക്ക് പറയാനുള്ള ഒരു ഗുണപാഠം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ വന്നിരുന്ന ഒരു കൂടമാണ് അല്ലേ. പക്ഷെ ഒന്ന് എന്തൊക്കെയോ കാരണങ്ങളാൽ പൊട്ടിപ്പോയി, മറ്റേതിന് അപാകത പറ്റിയിട്ടില്ല. പക്ഷെ സമരാണ്. ഇതുപോലെയാണ് മനുഷ്യരും. ചിലർക്ക് ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ എന്തെങ്കിലും അപാകതകളൊക്കെ സംഭവിക്കും. മറ്റേ ആൾക്ക് ഒന്നും പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നീ എന്നും ഇങ്ങനെ പനപോലെ തഴച്ചു നിൽക്കുന്നതല്ല. മനുഷ്യരാണ്, എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു വികാരം നമ്മളെ ഭരിക്കണം. മറ്റുള്ളവരെ കളിയാക്കുമ്പം അല്ലെ വീണു പോയവനെ കുറ്റപ്പെടുത്തുമ്പം അവനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പം ജീവിതം എന്ന് പറഞ്ഞാൽ ഒട്ടും കൺസിസ്റ്റന്റ് അല്ല. എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഇന്ന് നീ ആണെങ്കിൽ നാളെ ഞാനാകും. മനസ്സിലായോ? ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം നാളെ ഞാൻ വീണ് പോകുമ്പോൾ മറ്റുള്ളവർ എൻ്റെ നേരെ ഇതേ ഒരു മനോഭാവം കാണിച്ചാൽ എനിക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഒന്നാമത് ഞാൻ വീണിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയും കൂടി മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു കൂടുതൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് വീണ് പോയവരെ നോക്കി കളിയാക്കാൻ ആദ്യം അവരെ കരുതാനും അവരെ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല അത് നെക്സ്റ്റ് മൊമെന്റിൽ എന്താ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ലൈഫ് ഈസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ. അതുകൊണ്ട് ഇന്ന് നീയാണെങ്കിൽ നാളെ ഞാൻ. ഒരു പഴയ ചൊല്ല് പറയത്തില്ലേ, പഴുത്തല വീഴുന്ന സമയത്ത് പച്ചല ചിരിക്കരുത്, കാരണം ഈ പച്ചലയും പഴുക്കും. അങ്ങനെയായിരിക്കണം. ആ ഒരു മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഏത് നിമിഷമാണ് എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ തിരിച്ചടി ഉണ്ടാകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും വീണു പോകുന്നവനെ കൂടുതൽ കുറ്റപ്പെടുത്താതെ, അവനെ ഒറ്റപ്പെടുത്താതെ, അവനെ മാനസികമായിട്ട് തകർക്കാതെ അവരെയും കൂടി ഹോൾഡ് ചെയ്യണം. കാരണം ജീവിതം ഭയങ്കരമായിട്ട് നമ്മുടെ കൈ നിൽക്കുന്ന ഒരു സാധനമല്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് നീയാണെങ്കിൽ ഉറപ്പായിട്ട് നാളെ ഞാൻ ആയിക്കൂടാന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ അവനോട് കാണിക്കുന്ന ഈ കാരുണ്യം മറ്റൊരാൾ നാളെ എന്നോട് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാളെ അത്രയും നന്നായിട്ട് പെരുമാറുന്നത്, ഒരാളോട് അത്രയും നല്ല കെയറിങ് കാണിക്കുന്നത്. സോ കീപ് ഗോയിങ്.